പറയുന്ന നേരത്തെ തന്നെ എത്തി. വാ മുയൽ മാമ, ഗജരാജാവ് നിന്നെപ്പറ്റി അന്വേഷിക്കുന്നു. എന്നെ പറ്റിയോ? എന്തിന്? എന്തിനാണെന്നോ മണ്ടത്തരമേ, ആ കുശാഗ്ര ബുദ്ധിക്കാരി നിന്നെ ഇതിൽ പെടുത്തിയിരിക്കുകയാണ്. ഒരു മതയാന ഒരു ബോഡി ബിൽഡറെ പോലെയോ ബോക്സറെ പോലെയോ പലതരത്തിലുള്ള തമാശ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഹാ, ഹു, ഹാ. എന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. അങ്ങോട്ട് വന്ന കുറുക്കൻ ആനയെ കണ്ട് ഒന്ന് പതറിപ്പോയി. അമ്മോ, രാവിലെ തന്നെ ഇതിന്റെ മുന്നിൽ ചെന്നുവിട്ടാൽ ഇല്ലാത്ത പനി കൂടി വരും. മെല്ലെ ഒന്ന് വലിയുന്നതാണ് ബുദ്ധി എന്ന് കരുതി കണ്ണടച്ച് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പോകാൻ തുടങ്ങി. എന്നാൽ ആ കുറുക്കനെ ആന കണ്ടുപിടിച്ചു. ഓ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഗജരാജാവേ? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കണ്ണടച്ചോ? അതൊന്നുമല്ല, കണ്ണിൽ എന്തോ ഒരു കരട് പോയതാണ്. നിന്റെ ഈ കൗശലമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്നെപ്പറ്റി അറിയാമല്ലോ. വാലുകൊണ്ടടിച്ചാൽ നീ ശബരിമലയിലും, കാലുകൊണ്ട് ചവിട്ടിയാൽ ഗുരുവായൂരിലും, തുമ്പിക്കൈക്കൊണ്ടെറിഞ്ഞാൽ മൂകാംബികയിലും പോയി വീഴും. അപ്പാ, എല്ലാം പുണ്യസ്ഥലങ്ങളാണല്ലോ. പുണ്യസ്ഥലങ്ങൾ തന്നെയാ, പക്ഷേ അവിടെയുള്ളവർ നിന്നെ വടികൊണ്ട് അടിച്ചോടിക്കും. അമ്മോ, വേണ്ടേ വേണ്ടേ. കുറച്ചു കാലം നിങ്ങളുടെ കാൽക്കൽ കഴിയാൻ പറ്റുന്നതാണ് എൻ്റെ ഭാഗ്യം. അങ്ങനെ വഴിക്കുവാ. പറോ, കാട്ടിലുള്ളവർ എന്നെപ്പറ്റി എന്താണ് പറയുന്നത്? അപ്പോഴാണ് ആനയുടെ പിന്നിലെ പൊത്തിൽ നിന്ന് എലി പുറത്തു വന്നത്. നിങ്ങളെ പറ്റിയോ? അബ്ബാ, എന്താ പറയുക ഗജരാജാവേ? ഈ അടുത്ത് നിങ്ങൾ ആ സിംഹത്തെ ചവിട്ടിക്കൊന്നതിനെ പറ്റി. എന്താണ്? ആന സിംഹത്തെ കൊന്നെന്നോ? എല്ലാം കള്ളമാണ്, ശുദ്ധനുണ. ഇത് കൊള്ളാമല്ലോ. എനിക്ക് പോലും അറിയാത്ത, ഞാൻ ചെയ്യാത്ത കാര്യമാണല്ലോ ഇവൾ പറയുന്നത്. എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് പറ, എങ്ങനെയുണ്ട് ചവിട്ടിയത്? കസ ബിസ എന്ന് ചവിട്ടി കൂട്ടി. അത് നിലവിളിച്ച് നിങ്ങളുടെ കാൽ പിടിച്ചിട്ടും വിടാതെ. അതെ, അതൊക്കെ നീ കണ്ടോ? എന്ത് കാണാൻ? വെറും തള്ളാണ്, വെറും ഗ്യാസ്. ഞാൻ കണ്ടില്ല. എനിക്കത്ര ഭാഗ്യമില്ലായിരുന്നു ഗജരാജാവേ. മുയൽ മാമനാണ് എല്ലാം പറഞ്ഞത്. ഹോ, ഇവൾ ഇതിനെയും ഇതിൽ പെടുത്തിയല്ലോ. എവിടെ? അവനെ ഇങ്ങോട്ട് വിളിക്കൂ. ദാ, പറയുന്ന നേരത്തെ തന്നെ എത്തി. വാ മുയൽ മാമ, ഗജരാജാവ് നിന്നെപ്പറ്റി അന്വേഷിക്കുന്നു. എന്നെ പറ്റിയോ? എന്തിന്? എന്തിനാണെന്നോ മണ്ടത്തരമേ, ആ കുശാഗ്ര ബുദ്ധിക്കാരി നിന്നെ ഇതിൽ പെടുത്തിയിരിക്കുകയാണ്. പറ മാമ, ഗജരാജാവ് സിംഹത്തെ തോൽപ്പിച്ചു എന്ന് നീ പറഞ്ഞതല്ലേ? ഞാനോ? നീ തന്നെ. ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? മിണ്ടാതിരിക്കും മാമ. മത്തങ്ങ തോട്ടത്തിൽ കണ്ടപ്പോൾ നീ പറഞ്ഞതല്ലേ? നിനക്ക് മറവി രോഗമാണോ മാമാമ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി. തീർന്നു. കള്ളം പറയാൻ അറിയാത്ത മുയലിന് ഇന്ന് നല്ല ഇടി കിട്ടും. പാവം, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഏയ്, ഞാനിവിടെ നിൽക്കുമ്പോ ഇതെന്തൊരു ഓട്ടാണ്? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലേ? എന്റെ പൊന്നാനെ, കൊള്ളാലോ നിന്റെ ഒരു ബുദ്ധി. കള്ളം പറഞ്ഞില്ലെങ്കിൽ മുയലമ്മാവന് ഭജന, കള്ളമാണെന്ന് തെളിഞ്ഞാൽ കുറുക്കനലിയന് ഭജന. എങ്ങനെയുണ്ട്? എന്ന് പറഞ്ഞ് വേഗത്തിൽ അവയുടെ മുന്നിലൂടെ ഓടാൻ തുടങ്ങി. ഏയ്, ഞാനിവിടെ നിൽക്കുമ്പോ ഇതെന്തൊരു ഓട്ടാണ്? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലേ? പേടിയല്ല ഗജരാജാവേ, മഴ പെയ്യാൻ പോകുന്നത് പോലെ തോന്നുന്നു. മഴയെന്നാൽ നിങ്ങൾക്ക് പേടിയല്ലേ? പേടിയോ? ഇത്രയും വലിയ ശരീരമുള്ള ആനയ്ക്ക് മഴയെന്നാൽ പേടിയോ? പേടി നിനക്കാണോ ആനയ്ക്കോ? എലി, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് കുബുദ്ധി വളർന്നു, പക്ഷെ സത്യം മനസ്സിലാക്കാനുള്ള അറിവ് വളർന്നില്ല. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റാൻ ഇഷ്ടപ്പെടും, പക്ഷേ മഴയിൽ നനയാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ? ഓഹോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് പോയി. എവിടെ? കുറുക്കൻ അങ്ങോട്ട് നോക്കി. അവിടെ ആനയില്ല. കണ്ടോ, മഴയെന്ന് കേട്ടതും ഇത്രയും വലിയ ആന ഒളിക്കാൻ പോയി. നിന്റെ ബുദ്ധി സമ്മതിക്കണം. എന്റെ ബുദ്ധി അവിടെ നിൽക്കട്ടെ, നിന്റെ ഈ അതിബുദ്ധി ഒന്ന് നിർത്തൂ. അല്ലെങ്കിൽ മുയൽ മാമന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കുറുക്കൻ മുഖം തിരിച്ചു. നീ പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞാൽ നീ തലകുത്തി വീണെന്നെ. ശരി, നമുക്ക് പോകാം. ഇരുട്ടായി.
വീണ്ടും നേരം വെളുത്തു. മൃഗങ്ങളെല്ലാം അഹങ്കാരിയായ ആനയെ ഭയത്തോടെ നോക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അന്ന് ആനയെ കണ്ടില്ല. ആന എവിടെ പോയി എന്ന് എല്ലാവരും ആലോചിച്ചു. എനിക്കെന്തോ ആപത്ത് തോന്നുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ആ ഒന്നുമില്ല, തിന്നു കൊഴുത്തല്ലേ. കുംഭകർണനെ പോലെ ഉറങ്ങുന്നുണ്ടാവും. എങ്കിലും രാവിലെ വന്ന് വണങ്ങേണ്ട ഗതികേട് ഒഴിവായല്ലോ. തെറ്റ്, അങ്ങനെ സംസാരിക്കരുത്. എന്തിന്? അവനും വനത്തിലെ ഒരു ജീവിയല്ലേ. നമുക്ക് പോയി നോക്കാം. മൃഗങ്ങളെല്ലാം എലിയുടെ വാക്ക് കേട്ട് ആനയെ അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു വലയിൽ കുടുങ്ങി നിസ്സഹായനായി നിൽക്കുന്ന ആനയെ കണ്ടത്. അയ്യോ എന്ന് പറഞ്ഞ് എലി ഓടി വന്നു. കുറുക്കൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് വന്നു പറഞ്ഞു, ഇപ്പൊ കിട്ടിയോ? ഇപ്പോൾ എന്തു പറയുന്നു? കാലിൽ വീഴണോ അതോ കരയണോ? അനുഭവിക്കേ. കുറുക്കൻ അലിയ, നീ കൂടുതൽ സംസാരിക്കുന്നു. ആപത്തിലിരിക്കുമ്പോൾ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഏയ്, നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? സഹായമാണത്രേ, സഹായം. വിരലെട്ടുത്തോളം ഇല്ല നീ. നീ എന്ത് സഹായം ചെയ്യാനാണ്? കൊമ്പുകൾ മാത്രമല്ല, മരത്തെ പോലും വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ആനയാണ് ആ വലയിൽ കുടുങ്ങി കരയുന്നത്. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? വേട്ടക്കാരനോട് പോയി യാചിക്കുമോ? യാചിച്ചോ, തലമണ്ടക്കിട്ട് ഒരെണ്ണം അവൻ തരും. ഓഹോ, എങ്കിൽ നോക്കിക്കോ. എന്ന് പറഞ്ഞ് എലി വല കടിച്ചു കീറാൻ തുടങ്ങി. വല കഷണങ്ങളായി മാറി. ഗജരാജാവേ, ഇനി പുറത്തു വരൂ. എന്ത്? കാണാൻ ചെറുതാണെങ്കിലും നീ എത്ര വലിയ കാര്യമാണ് ചെയ്തത്. നിന്റെ ഈ ഉപകാരം ഞാൻ ഈ ജന്മം മറക്കില്ല. ചെയ്ത ഉപകാരത്തെക്കുറിച്ച് മറന്നേക്കൂ. പക്ഷേ നിന്റെ ഈ രൂപം കണ്ട് ഇത്ര അഹങ്കാരത്തോടെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ഗജരാജ. ബുദ്ധിബലം കൊണ്ട് ഏതൊന്നിനെയും കീഴടക്കാമെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. അതെ അതെ, ഗണപതി ഭഗവാൻ ഈ എലിയെ തന്റെ വാഹനമായി തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തിന്? ആർക്കും നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെ നീക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ആ വിഘ്നേശ്വരൻ മൂഷികനെ തന്റെ വാഹനമായി തിരഞ്ഞെടുത്തത്. ശരിക്കുള്ള വീരശൂര പരാക്രമി ഈ എലി തന്നെയാണ്. മൃഗങ്ങളെല്ലാം കൈയടിക്കുമ്പോൾ എലി ചിരിച്ചുകൊണ്ട് നോക്കി.